ഓക്കെ. അപ്പം നമ്മുടെ അഞ്ചാമത്തെ ദിവസത്തെ ക്ലാസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് MCB, RCCB, RCBO. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ്. അപ്പോൾ ആ ടോപ്പിക്ക് അത്രയാണ് നമ്മൾ നോക്കി നിർത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻലി നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ സബ് സർക്യൂട്ട്സ് ആൻഡ് ലോഡ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സബ് സർക്യൂട്ട്സ് തിരിക്കാം, അതേപോലെ തന്നെ ഈ ലോഡ് ബാലൻസിങ് എന്തിന് ചെയ്യുന്നു, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കിന്ന് നോക്കാം. ഇത് ആക്ച്വലി ഡേ 6ഉം ഡേ 5 എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ടോപ്പിക്കാണ്. ഡേ 6 എന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും ഒരു ചെറിയൊരു പ്രോജക്റ്റ്, അതായത് 100 kVAയിൽ താഴെ നിൽക്കുന്ന ഒരു 3 ഫേസ് പ്രോജക്റ്റ് ചെയ്യുക. അത് 3 ഫേസ് പ്രോജക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോഡ് ബാലൻസ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ആ ലോഡ് ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പം ഈ ഡേ 6ൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രം, അതായത് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രം എങ്ങനെ വരയ്ക്കണമെന്നുള്ളതും നമ്മൾ ഡേ 6ലാണ് നോക്കുന്നത്. ഇത് വളരെ ചെറിയൊരു ടോപ്പിക്ക്. ഡേ 5 ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നിങ്ങളത് എങ്ങനെ എക്സലിലേക്ക് അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റ് തന്നെ നമ്മുടെ സബ് സർക്യൂട്ട്സിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് എന്നും, അതേപോലെ തന്നെ പവർ സബ് സർക്യൂട്ട് എന്നും പറയും. ആ പേര് പറയുന്ന പോലെ തന്നെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് എന്ന് പറയുന്നത് ലൈറ്റും ഫാനും മാത്രം കണക്ട് ചെയ്യാനുള്ള സബ് സർക്യൂട്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് എന്താണ്, പവർ സബ് സർക്യൂട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ മെയിൻലി ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിന് വരുന്ന പ്രത്യേകതകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏതൊക്കെ ലോഡുകൾ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്, നമ്മളൊരു എക്യുപ്മെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ എക്യുപ്മെൻറ്റ് പവർ സബ് സർക്യൂട്ടിൽ വരുമോ അതോ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൽ വരുമോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ എക്യുപ്മെൻ്റ് എടുക്കുക, എന്നിട്ട് ആ എക്യുപ്മെൻറ്റിൻ്റെ വാട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഏത് എക്യുപ്മെൻറ്റിൻ്റെ ആണെങ്കിലും വാട്ടേജ് എടുക്കാൻ നമുക്കറിയാം. നമ്മുടെ ബൾബാണെങ്കിൽ ആ ബൾബിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ബൾബിൻ്റെ വാട്ടേജ് എഴുതിയിട്ടുണ്ടായിരിക്കും. അതേപോലെ എല്ലാ ഡിവൈസിനും ഒരു വാട്ടേജ് കാണും. അപ്പോൾ ആ ലോഡിൻ്റെ വാട്ടേജ് എത്ര എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ വാട്ടേജ് എന്ന് പറയുന്നത് 500 വാട്ട്സിന് താഴെയാണെങ്കിൽ, ഒരു എക്സാമ്പിളുകൾ നമുക്ക് കുറച്ചെടുക്കാം. നമ്മുടെ ലൈറ്റ് നമ്മളെടുക്കുന്ന 17 വാട്ട്സ് അല്ല 7 വാട്ട്സിൻ്റെ ലൈറ്റ്, അത് 500 വാട്ട്സിൽ താഴെയാണ്. സോ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് നമുക്ക് വരുത്താത്. നമ്മുടെ ഫാൻ 100 വാട്ട്സിൽ താഴെയാണ്, 80 വാട്ട്സ് അല്ല 65 വാട്ട്സേ ഫാൻ വരുള്ളൂ. അപ്പോൾ അത് നമുക്ക് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അതേപോലെ 500 വാട്ട്സിന് താഴെ വരുന്ന ഏതാൾക്കാരെയും നമ്മുടെ കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് 300 to 500 വാട്ട്സിനകത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. സോ അവരെ നമുക്ക് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ, അതായത് അവരുടെ ഒരു ലോഡിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്ടേജ് എടുക്കുമ്പോൾ 500 വാട്ട്സിന് താഴെയാണെങ്കിൽ ആ ലോഡുകളെ നമുക്ക് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിനകത്ത് ഉൾപ്പെടുത്താം. അത് ക്ലിയറായിട്ട് പഠിച്ചു പോവുക. ഒരു ലോഡിൻ്റെ വാട്ടേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് 500 വാട്ട്സിൽ താഴെയാണെങ്കിൽ ആളെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആ കുറച്ച് ലോഡുകൾ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്താമെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു. നമ്മൾ സബ് സർക്യൂട്ട്സ് തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇൻകമർ ഉണ്ട്, പിന്നെ MCB കൊടുക്കുന്നുണ്ട്. MCB നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് സബ് സർക്യൂട്ട്സ് തിരിക്കാനാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം നമ്മുടെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട MCB എന്ന് പറയുന്നത് 6 ആംപിയറിൻ്റെ MCB ആണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. അതിൻ്റെ ട്രിപ്പിംഗ് ആര എന്ന് പറയുന്നത് BO CO ആകാം. എന്നിട്ട് ആ സബ് സർക്യൂട്ട് മൊത്തത്തിൽ നമ്മൾ വയർ ചെയ്യേണ്ടത് 1.5 സ്ക്വയർ mmൻ്റെ PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ, അതായത് നമ്മൾ വീട്ടിൽ കാണുന്ന സാധാ നമ്മുടെ വയർ, അതിനെ PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം, അതിൽ യൂസ് ചെയ്തേക്കുന്ന കണ്ടക്ടർ എന്ന് പറയുന്നത് കോപ്പറും അതിൻ്റെ പുറത്ത് കൊടുത്തേക്കുന്ന ഇൻസുലേഷൻ എന്ന് പറയുന്നത് PVCയും ആണ്. അതുകൊണ്ടാണ് PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സ്ട്രാൻഡഡ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ സ്ട്രാൻഡ് പോലെ ആയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ. നമ്മുടെ ഫേസിന്, ന്യൂട്രലിന്, എർത്തിന് നമ്മൾ ഈ പറയുന്ന പോലെ 1.5 സ്ക്വയർ mm ക്രോസ് സെക്ഷൻ ഉള്ള നമ്മൾ വയർ കൊടുക്കണം.
ഏത് നമ്മുടെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിന്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സബ് സർക്യൂട്ടിൻ്റെ കീഴിൽ മാക്സിമം പോയാൽ നമുക്ക് 800 വാട്ട്സ് വരെ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. 800 വാട്ട്സിന് മേളിൽ ഒരു സബ് സർക്യൂട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സബ് സർക്യൂട്ട്സ് ആയിട്ട് തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2400 വാട്ട്സ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം നമ്മൾ തിയറട്ടിക്കലി പഠിച്ചത് വെച്ച് നമുക്ക് 2400 ഡിവൈഡഡ് ബൈ 800 അല്ലേ, നമുക്ക് 3 സബ് സർക്യൂട്ടായിട്ട് തിരിക്കണം. അപ്പം 3 MCB അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഒരിക്കലും കൃത്യം 800 വെച്ച് നമുക്കൊന്നും സബ് സർക്യൂട്ട് തിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ സബ് സർക്യൂട്ട് തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ലോഡ് ബാലൻസിങ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അവിടെ 3 MCBs നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും, 3 സബ് സർക്യൂട്ട്സ് നമുക്ക് വരും. അപ്പോൾ മാക്സിമം നമുക്കൊരു MCBയുടെ കീഴിൽ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് ആണെങ്കിൽ 800 വാട്ട്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 10 പോയിൻ്റ് കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ലോഡ് കുറഞ്ഞ ആൾക്കാരാണെന്ന് ചോദിക്കുക, നമ്മൾ ഫാൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഫാൻ 60 വാട്ടാണ് എന്നും പറഞ്ഞാൽ 60 വാട്ടിൻ്റെ 10 ഫാൻ കൊടുത്താൽ നമ്മൾ എത്ര 800 ആകില്ല, 600 ആയുള്ളൂ എന്നും പറഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റും കൂടെ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്താ, മാക്സിമം 10 പോയിൻ്റ് എന്ന് പറയുന്ന ആ ലിമിറ്റ് കഴിഞ്ഞ്, അതായത് ഒന്നെങ്കിൽ മാക്സിമം 10 പോയിൻറ്റ്, എന്നാൽ അത് 800 വാട്ട്സിന് മുകളിൽ പോകാനും പാടില്ല. ആ ഒരു കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് 10 പോയിൻറ്റ്സ് കൂടുതൽ പോകാനും പാടില്ല, 800 വാട്ട്സിന് മുകളിലാകാനും പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സബ് സർക്യൂട്ട്സ് നമ്മൾ തിരിക്കേണ്ടത്. അപ്പോൾ ഇത് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൻ്റെ കേസ്. അവിടെ NEC എന്ന് എഴുതിയേക്കുന്നത് നാഷണൽ ഇലക്ട്രിക് കോഡ് എന്ന് പറയും. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇലക്ട്രിക് കോഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ BS ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വരുമ്പോൾ മാക്സിമം 12 പോയിൻറ്റും 1000 വാട്ട്സും 1200 വാട്ട്സോ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ കൂടുതൽ നാഷണൽ ഇലക്ട്രിക് സ്റ്റാൻഡേർഡാണ് നോക്കുന്നത്, അതുകൊണ്ട് മാക്സിമം 10 പോയിൻ്റ് അല്ലെങ്കിൽ 800 വാട്ട്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ പവർ സബ് സർക്യൂട്ട് വരുമ്പോൾ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പവർ സബ് സർക്യൂട്ട് വരുമ്പോൾ എന്താ വരുന്നത്, നമ്മൾ നേരത്തെ 500 വാട്ട്സിന് താഴെ ഉള്ള ലോഡുകളെല്ലാം നമ്മൾ എന്ത് ചെയ്ത് ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി. അപ്പം സ്വാഭാവികമായി 500 വാട്ട്സിന് മുകളിലോട്ട് വരുന്ന പവർ, അതായത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോഴ്സ്, നമ്മുടെ AC, ഹീറ്റർ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, ഈ ആൾക്കാരെല്ലാം എവിടെ വരും, 500 വാട്ട്സിന് മുകളിൽ ലോഡ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ പവർ സബ് സർക്യൂട്ടിനകത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ പവർ സബ് സർക്യൂട്ടിൽ വരുന്ന ആൾക്കാരെ നമ്മളെവിടെ ഈ പറയുന്ന 500 വാട്ട്സിന് മേളിലുള്ള ആൾക്കാരെ പവർ സബ് സർക്യൂട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തും. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ റേറ്റിംഗ് അനുസരിച്ച്, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ AC കൊടുത്തേക്കുന്ന MCB എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 25 ആംപിയർ ആയിരിക്കും കൊടുത്തേക്കുന്നത്, ചിലപ്പോൾ 16 ആംപിയർ ആയിരിക്കും കൊടുത്തേക്കുന്നത്, ചിലപ്പോൾ 20 ആംപിയർ ആയിരിക്കും കൊടുത്തേക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വേഗമായിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 500 to 1000 അല്ലെ 1500 വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് 16 ആംപിയർ ഓക്കെയാണ്. അതിൻ്റെ മുകളിലോട്ടാകുമ്പോൾ 20 25 കൊടുക്കുക. 32 നമ്മൾ വളരെ ചുരുക്കം ചില ഇതിൽ, അതായത് 3000 വാട്ട്സ് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്ന സമയം മാത്രമേ 32 ആംപിയർ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 16 20 25 കൊണ്ടോ നമ്മൾ ആ പറയുന്ന സബ് സർക്യൂട്ട് തിരിക്കും. MCBയുടെ കേസാണ് പറഞ്ഞത്. അവിടെ നമ്മൾ കൊടുക്കുന്ന PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയുന്ന 2.5 4 6, നമ്മൾ മിക്കവാറും 2.5 4 മാത്രമേ കൊടുക്കാറുള്ളൂ. 6 നമ്മളധികം യൂസ് ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ വയർ യൂസ് ചെയ്യാറില്ലെന്നല്ല, നമ്മുടെ വീട് വയർ ചെയ്യുന്ന സമയത്ത് സബ് സർക്യൂട്ട് തിരിക്കാറില്ലെന്നാണ് ഉദ്ദേശം കേട്ടോ. അല്ലാതെ നമ്മൾ 6 സ്ക്വയർ വയർ ഉപയോഗിക്കുന്നില്ലെന്നല്ല പറഞ്ഞത്. നമ്മളിപ്പോൾ സബ് സർക്യൂട്ട് ആണെങ്കിൽ സബ് സർക്യൂട്ട് തിരിക്കുന്ന സമയത്ത് നമുക്ക് 2.5 4 ഇട്ട് നമ്മൾ ചെയ്തിരുന്നാൽ മതി. അത് എന്തിന് 2.5 4 കൊടുക്കേണ്ടത് ഫേസും അതിൻ്റെ പകുതി ഇട്ടിരുന്നാൽ മതി. ആർക്ക് ന്യൂട്രൽ വരത്തില്ല. 2.5 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 1.5ൻ്റെ ന്യൂട്രൽ എർത്തും കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ വയറിങ് ചെയ്യുന്നത്. അപ്പോൾ 16 20 25 നമ്മൾ കൊടുക്കുക. ഓക്കെ. പിന്നെ AC പോയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 20 25 ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ പഴയ വീടുകളൊക്കെ ആണെങ്കിൽ മിക്കവാറും 16 ആംപിയർ ഒക്കെ തന്നെ ആയിരിക്കും നമ്മൾ കൊടുത്തു പോയേക്കുന്നത്. പിന്നെ കോമൺ പ്രാക്ടീസിൽ ഇപ്പം നമുക്ക് വരുന്ന AC വരുമ്പോൾ സ്വിച്ച് വിത്ത് MCB എന്നും പറഞ്ഞ ഇത് വരുന്നുണ്ട്, MCB വിത്ത് സ്വിച്ച്. അത് വരുമ്പോൾ 20 25ൻ്റെ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ NEC സ്റ്റാൻഡേർഡ് പ്രകാരം ഇതിൽ മാക്സിമം നമുക്ക് 2 പോയിൻ്റ് കൊടുക്കാം, 2 പോയിൻറ്റ്സ്, അതായത് ഒരു MCBയുടെ കീഴിൽ 2 പോയിൻ്റ് കൊടുക്കാം. എന്നാൽ 3000 വാട്ട്സിന് മുകളിൽ പോകാനും പാടില്ല. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ 1 ടണ്ണിൻ്റെ AC എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്നത് 1500 വാട്ട്സ്, ഒരു
1000 to 1500 വാട്ട്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഞാൻ 1500 വാട്ട്സ് എന്ന് എടുക്കുക. അപ്പം നമ്മൾ ഒരു എ സി ആണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, അതായത് 1 ടണ്ണിൻ്റെ എ സിയാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് നമുക്ക് ഒരു 3.5 ടണ്ണിൻ്റെ എ സി എടുത്തിട്ട് നമുക്ക് ഈ സർക്യൂട്ടിൽ കൊടുക്കാൻ പറ്റില്ല. മാക്സിമം 3000 വാട്ട്സിന് മുകളിൽ. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പവർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എക്യുപ്മെൻറ്റ് സിംഗിൾ ഫേസ് എക്യുപ്മെൻ്റ് ആകില്ല, പിന്നെ 3 ഫേസ് എക്യുപ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാൻ കേട്ടോ. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, മാക്സിമം 2 പോയിൻ്റ് അല്ലെങ്കിൽ 3000 വാട്ട്സ് ഇതിൻ്റെ മുകളിൽ എവിടെ വരാൻ പാടില്ല, ഈ പറയുന്ന സബ് സർക്യൂട്ടിന് നമുക്ക് തിരിക്കുമ്പോൾ വരാൻ പാടില്ല. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്. ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡെന്ന് പറയുന്നത് 500 വാട്ട്സിന് താഴെയാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. MCB 6 ആംപിയറിൻ്റെ BO/CO ആയിരിക്കും ഉപയോഗിക്കുന്നത്. 1.5 സ്ക്വയർ mm PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഫേസിനും ന്യൂട്രലിനും എർത്തിനും. നമ്മുടെ NEC സ്റ്റാൻഡേർഡ് പ്രകാരം മാക്സിമം 10 പോയിൻ്റ് അല്ലെങ്കിൽ 800 വാട്ട്സേ ആകാൻ പാടുള്ളൂ. അതിൻ്റെ മേളിൽ വന്നാൽ അടുത്ത സബ് സർക്യൂട്ടായിട്ട് നമ്മൾ തിരിച്ചോണം. അടുത്തത് നമ്മുടെ പവർ സബ് സർക്യൂട്ട് വരുന്ന കേസിൽ വരുന്നത് 500 വാട്ട്സിന് മുകളിലുള്ള ലോഡ്സ് എല്ലാം നമ്മൾ ഈ പറയുന്ന പവർ സബ് സർക്യൂട്ടിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മാക്സിമം 2 പോയിൻ്റ് അല്ലെങ്കിൽ 3000 വാട്ട്സ് ആണ് അതിൻ്റെ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. MCB നമ്മൾ 16 ആംപിയർ 20, 25, 32 നമ്മൾ നോർമലി യൂസ് ചെയ്യാറുണ്ട്. BOC ടൈപ്പോ. നമ്മൾ യൂസ് ചെയ്യുന്ന PVC ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയുന്നത് 2.5 4 ആണ് ജനറൽ പ്രാക്ടീസിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് ഫേസിന് ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ കുറച്ച് ജനറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്ന കേസേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് പെട്ടെന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമായിട്ട് പറഞ്ഞു പോവാം. ഏറ്റവും ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ എൻട്രി, സപ്ലൈ കേബിൾ എൻട്രി ചെയ്യുന്നിടത്ത് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കണം. അതായത് നമ്മൾ ഫ്യൂസ് കൊടുക്കുന്ന കാര്യം പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന കണ്ടക്ടർ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് എടുക്കുന്ന കറണ്ടിനെ സേഫായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന കണ്ടക്ടർ സൈസ് ഇട്ട് കൊടുക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും കുറവ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കേബിളിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഫയർ ചാൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് മിക്കവാറുമുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം. കണ്ടക്ടേഴ്സ് സേഫായിരിക്കണം എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അല്ല ഫയറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതുപോലെ ഓപ്പൺ ഏരിയയിൽ അല്ലെങ്കിൽ കിച്ചൺ അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഓപ്പണായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അതിനെന്തെങ്കിലും പ്രശ്നം പറ്റുന്ന രീതിയിൽ നമ്മളതിനെ എക്സ്പോസ് ചെയ്തിട്ടേക്കരുത്. പിന്നെ സബ് സർക്യൂട്ട്സ് എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലെ കണക്ട് ചെയ്യാവുള്ളൂ. അതായത് MCB സബ് സർക്യൂട്ട്സ് തിരിക്കുന്ന എല്ലാം ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലുണ്ടായിരിക്കണം. പിന്നെ എല്ലാ ലൈനും ഒരു ഫ്യൂസ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് തന്നെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞത്. പക്ഷേ ഫ്യൂസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ റേറ്റിംഗ് ഉള്ള ആസ് പെർ റിക്വയർമെൻറ്റിലുള്ള ഫ്യൂസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഒരു കാരണവശാലും ഫ്യൂസോ സ്വിച്ചോ എർത്തിഡ് കണ്ടക്ടേഴ്സിൽ കൊണ്ടുപോയി കൊടുക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ലൈറ്റ്നിങ്ങോ അല്ലെങ്കിൽ സർജോ വരുന്ന സമയത്ത് നമ്മൾ ഫ്യൂസോ സ്വിച്ചോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബ്ലോ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? നമ്മുടെ എർത്തിങ്ങിലോട്ടുള്ള ആ ഒരു ഫ്ലോ, അല്ലെങ്കിൽ ആ എർത്തിങ് എന്ന് പറയുന്ന ഫ്രീ ഫ്ലോ ആയിരിക്കണം. ഏറ്റവും സീറോ പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഫ്രീ ഫ്ലോ എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് കിട്ടില്ല. പിന്നെ എല്ലാ അപ്പാരറ്റസ് കൊടുത്തേക്കുന്നത്, എല്ലാ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നതിന് നമുക്ക് പ്രത്യേകം നമ്മൾ 3 പിൻ പ്ലഗിൽ നിന്നാണ് കൊടുത്തേക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അല്ലാതെ കൊടുത്തേക്കുന്നെങ്കിലും നമ്മളൊരു ഐസൊലേഷൻ എപ്പോഴും കാണണം. അതായത് ഒരു സ്വിച്ച് ത്രൂവേ കൺട്രോൾ ചെയ്യാവുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് ലൈനിൽ എപ്പോഴും കിടക്കുന്ന രീതിയിൽ വയർ ചെയ്യരുത്. പിന്നെ ലൈറ്റ് ആൻഡ് ഫാനും അതുപോലെ പവർ വയറിങ്ങും സെപ്പറേറ്റ് കീപ്പ് ചെയ്യണം. അതിന് പറയാനുള്ള കാര്യം, ഒരേ കോൺഡ്യൂട്ടിൽ കൂടെ ലൈറ്റ് ആൻഡ് ഫാനും നമ്മുടെ പവറിൻ്റെ ലൈൻ ഒരുമിച്ച് വലിച്ചുകൊണ്ട് പോരുത്. പിന്നെ 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ എന്താണ് ഈ 3 ഫേസ് 4 വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ 3 ഫേസ് ഒരു ന്യൂട്രലും കാണും. അതുകൊണ്ട് അത് 3 ഫേസ് 4 വയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫേസ് 4 വയർ സിസ്റ്റം ആണെങ്കിൽ ഈ ലോഡെന്ന് പറയുന്ന RYB എന്ന് പറയുന്ന ലോഡെന്ന് പറയുന്നത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കണക്റ്റഡ് ലോഡെന്ന് പറയുന്നത് 9000 ആണെന്ന് വയ്ക്കുക. ടോട്ടൽ കണക്റ്റഡ് ലോഡ് 9000 ആണെങ്കിൽ R ഫേസ്, Y ഫേസ്, B ഫേസ് എന്ന് പറയുന്നത് നമുക്ക് 3000 എന്നുള്ള രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കണം ആ ലോഡുകളെന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ ലോഡ് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തെല്ലാം ചെയ്തു വെച്ചേക്കുന്നതിനകത്ത് ഒരു അഡീഷണൽ ലോഡും കൂടെ കൊടുക്കുമ്പോൾ
ആ ഇൻസ്റ്റലേഷന് വേണ്ടി ഫ്യൂച്ചറിലോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ആ സിസ്റ്റത്തിന് വരുന്നൊരു ഓവർലോഡായിരിക്കും. അത് കാരണം നമ്മുടെ ആ കണ്ടക്ടറിനൊക്കെ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എല്ലാ സബ് സർക്യൂട്ടും ഒരു ഫ്യൂസ് അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ, അതുകൊണ്ടാണ് നമ്മൾ MCB കൊടുക്കുന്നത്. അതായത് ഈ പറയുന്ന എല്ലാ സബ് സർക്യൂട്ടും നമ്മളെന്ത് കൊടുക്കണം, പ്രൊട്ടക്ഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒന്നെങ്കിൽ ഫ്യൂസ്, പണ്ട് കാലത്തായിരുന്നു നമ്മൾ ഫ്യൂസാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈ പറയുന്ന സർക്യൂട്ട് ബ്രേക്കറായ MCB നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ലൈറ്റ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റഡ് ആയിരിക്കണം ആൻഡ് സേഫ് ഗാർഡ് ടു ബി അവോയ്ഡ് ഡേഞ്ചർ. അതായത് ഇൻസുലേറ്റഡ് ആയിട്ട് മാത്രമേ കണ്ടക്ടേഴ്സ് നമ്മൾ കൊടുക്കാവുള്ളൂ, അല്ലാതെ ഓപ്പണായിട്ട് ബെയർ കോപ്പർ എടുത്ത് കൊടുക്കരുത്. കാര്യം നമുക്ക് കറണ്ട് അടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ഇൻസ്റ്റലേഷൻ്റെ സ്പെല്ലിങ് തെറ്റാതെ, എല്ലാ ഇൻസ്റ്റലേഷനും കംപ്ലീഷന് ശേഷം ടെസ്റ്റ് ചെയ്തിരിക്കണം മസ്റ്റായിട്ടും. ഇനി അടുത്ത സ്വിച്ചസ് ആൻഡ് സോക്കറ്റ് കൊടുക്കുമ്പോൾ നോക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എല്ലാ നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു റൂം തുറന്ന് കയറുമ്പോഴത്തേക്കും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്വിച്ച് പോയിൻ്റ് ഇരിക്കേണ്ടത്. അതായത് റൂമിൻ്റെ എൻട്രിയിലായിരിക്കണം. അല്ലാതെ റൂം എൻട്രി ചെയ്ത് അതിൻ്റെ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ വാളിൽ കൊണ്ടുവന്ന് ലൈറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ച് പോയിൻറ്റ്സൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കഴിയുന്നതും ബാത്റൂമിനകത്ത് ലൈറ്റ് പോയിൻറ്റ്സ് സ്വിച്ചസ് കൊടുക്കാതിരിക്കുക. കാര്യം നമ്മൾ വെറ്റ് ഹാൻഡ് വെച്ച് അത് ചിലപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഡേഞ്ചറായിരിക്കും. പിന്നെ എല്ലാ പ്ലഗ് ആൻഡ് സോക്കറ്റ് 3 പിൻ ടൈപ്പ് ആയിരിക്കണം. അത് പറയാൻ കാര്യം അതിനകത്ത് എപ്പോഴും ഒരു എർത്ത് പോയിൻ്റ് ഉള്ളത് നമ്മുടെ ഡിവൈസിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ എല്ലാ റൂമിലേക്കും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആ റൂമിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഈ കോഡ് വയറൊക്കെ വലിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അത്ര സേഫായ പ്രാക്ടീസ് അല്ല. പിന്നെ ഈ ഷട്ടേർഡ് സോക്കറ്റ് ഉണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പം ഈ സോക്കറ്റിൽ നിന്ന് നമ്മൾ പ്ലഗ് ഊരി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഷട്ടർ വീഴും ആ പ്ലഗിൽ. അത് നമ്മൾ അതായത് നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ പോയി അതിനകത്ത് കൈയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ അവിടെ നമ്മൾ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഷട്ടേർഡ് ആയിട്ടുള്ള സോക്കറ്റ് ഔട്ട്ലെറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ 16 ആംപിയറിന്, അതായത് റേറ്റിംഗ് മോർ ദാൻ 16 ആംപിയർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡബിൾ പോൾ സ്വിച്ച് ത്രൂ മാത്രമേ കൊടുക്കാവുള്ളൂ. എന്താണ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് ചോദിച്ചാൽ, ആ സ്വിച്ചിൽ ഡബിൾ പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നായി കാര്യങ്ങൾ. ഫേസും ന്യൂട്രലും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്വിച്ചസേ നമ്മൾ കൊടുത്തിട്ട് അവിടെ 16 ആംപിയറിന് മുകളിൽ പവർ റേറ്റിംഗ് ഉള്ള സോക്കറ്റ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ അവിടെ കൊടുക്കാവുള്ളൂ. വീട്ടിൽ AC ഒക്കെ ഉണ്ടെങ്കിൽ ഡബിൾ പോൾ സ്വിച്ച് കുറച്ചും കൂടെ വീതി കൂടിയ സ്വിച്ച് ആയിരിക്കും, 2 മോഡ്യൂൾ സ്വിച്ച് ആയിരിക്കും അത്. ആ 2 മോഡ്യൂൾ സ്വിച്ച് വഴിയായിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ സോക്കറ്റ് എന്ന് പറയുന്നത് 130 സെൻറ്റിമീറ്റർ എബവ് ദ ഫിനിഷ്ഡ് ഫ്ലോർ ലെവൽ, അല്ലെങ്കിൽ 25 വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് സൈഡ് സോക്കറ്റ് വരുന്ന സമയത്ത് ആ ഹൈറ്റും, അല്ലെങ്കിൽ നമ്മുടെ നോർമലി നോക്കിക്കഴിഞ്ഞാൽ 130 സെൻറ്റിമീറ്ററിലും ആയിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. പിന്നെ ഒരിക്കലും ബാത്റൂമിൽ 130 കൊണ്ടുവന്ന് ഇത് വയ്ക്കരുത്, അത് നമുക്ക് കയ്യെത്താത്ത രീതിയിലേ വയ്ക്കാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറ്ററിൻ്റെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഹീറ്ററിൻ്റെയൊക്കെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി. ഹീറ്ററിൻ്റെ സോക്കറ്റ് ഹൈറ്റൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റിലല്ലേ, നമുക്ക് ആക്സസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റാത്ത സ്ഥലത്തായിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ മൗണ്ടിങ് ലെവൽസ്, അതായത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ലെവലിൽ നിന്ന് 1.5 മീറ്ററെങ്കിലും ഹൈറ്റ് വേണം. ഫ്രണ്ട് ക്ലിയറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഫ്രണ്ട് ക്ലിയറൻസ്, അതായത് നമ്മൾ ഡോറിൻ്റെ പുറയിലൊന്നും കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വയ്ക്കരുത്. കാര്യം ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പണിയാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ എല്ലാ ലൈറ്റ് ഫിറ്റിങ്സും 2.25 മീറ്ററിന് മുകളിലായിരിക്കണം ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ആംബിയൻ ലൈറ്റിങ് നമുക്ക് കിട്ടില്ല. പിന്നെ എല്ലാ സ്വിച്ചസും ഈ +0.5 to 1.3 എന്നിട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബെഡ് സൈഡ് സ്വിച്ച് തൊട്ട് നമ്മുടെ നോർമൽ സ്വിച്ച് വരെയുള്ള ആ ഒരു ഇതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റിലായിരിക്കണം നമ്മളെപ്പോഴും പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ബോട്ടം പോർഷൻ ഓഫ് ദ സീലിംഗ് ഫാൻ എന്ന് പറയുന്നത് 2.4 മീറ്ററിലായിരിക്കണം. അല്ലാതെ നമ്മൾ കൈ പൊക്കിക്കഴിഞ്ഞാൽ ഈ സീലിംഗ് ഫാൻ ഇപ്പോൾ അടിക്കുന്ന രീതിയിൽ നമ്മൾ സീലിംഗ് ഫാൻ സെറ്റ് ചെയ്യരുത്.
ഓക്കെ, അതാണ് മെയിൻലി ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നിങ്ങൾ ഇത് എല്ലാം എഴുതിയെടുക്കണം കേട്ടോ. മൊത്തം നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് പോയിട്ട് നിങ്ങളിതെല്ലാം ഒന്ന് എഴുതിയെടുക്കുക. ഇനി അടുത്ത ഒരു കാര്യം, നമുക്കിതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ എങ്ങനെ ലോഡ് ബാലൻസ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ലോഡ് ബാലൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം നമ്മളൊരു 3 ഫേസ് ആയിട്ടുള്ളൊരു വീട് അല്ലെങ്കിൽ ഒരു ക്ലയൻ്റാണ് നമുക്കുള്ളതെങ്കിൽ, പുള്ളിക്ക് നമ്മൾ ഒരു 3 ഫേസ് കണക്ഷൻ എടുക്കുമ്പോൾ അവിടെ 6YB എന്ന് പറയുന്ന മൂന്ന് ഫേസുകൾ വരും. ആ 3 ഫേസും തമ്മിൽ ബാലൻസ്ഡ് ആയിരിക്കണം. ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നല്ലേ, ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് പറ്റും, ആ ന്യൂട്രലിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിയുന്നത് നമ്മൾ ബാലൻസ്ഡ് ആക്കുക. പക്ഷേ അങ്ങനെ നമുക്ക് തിയററ്റിക്കലി പറയുന്ന പോലെ അങ്ങനെ കറക്റ്റ് ബാലൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 100 to 200 ഒക്കെ നമുക്ക് കുഴപ്പമില്ല എന്ന് വയ്ക്കാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുപോലൊരു എക്സിൽ കീപ്പ് ചെയ്യുക ഏത് പ്രോജക്റ്റ് ചെയ്താലും. അപ്പം ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് കോളം ഉണ്ട്, പിന്നെ ഏരിയ എന്ന് പറയുന്ന അടുത്ത കോളം. അത് കഴിഞ്ഞ് അവിടെ ആ സൈറ്റിൽ ഉപയോഗിച്ചേക്കുന്ന എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണെന്നുള്ള എഴുതിയേക്കുന്നത്. ഒന്ന് ലൈറ്റ്, ഫാന്, പിന്നെ 6 ആംപിയറിൻ്റെ സോക്കറ്റ്, പിന്നെ എക്സോസ്റ്റ് ഫാൻ, ഡോർബെല്ല്, 15 ആംപിയറിൻ്റെ സോക്കറ്റ്, ഗീസർ, AC, ഇങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലേ. ആ എക്യുപ്മെൻറ്റ്സിൻ്റെയൊക്കെ പവർ എത്ര എന്നുള്ള ചാർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഒരു നോർമലി നമ്മളെടുക്കുന്ന ചാർട്ടൊക്കെ. ഇപ്പോൾ ഈ പറയുന്ന ലൈറ്റ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് എനിക്കൊന്ന് 20 വാട്ട്സാണ്. ഫാൻ 60 വാട്ട്സ്, 6 ആംപിയറിൻ്റെ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ 100 വാട്ട്സ്, 15 ആംപിയർ സോക്കറ്റ് എന്ന് പറയുന്നത് 1500 വാട്ട്സ്, ഗീസർ 1500 എടുത്തേക്കുന്നത്, AC ഞാൻ 1 ടണ്ണിൻ്റെ AC എന്നുള്ള രീതി 1500 എടുത്തേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇത് ബാലൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം ആ സ്ഥലത്തുള്ള ഏരിയ, അതായത് ഈ കാണുന്ന ഏരിയ എന്ന് പറയുന്ന എടുത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വരുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ബെഡ്റൂം 1 + ടോയ്ലറ്റ് 1, അതായത് ബെഡ്റൂം + അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന ഇത്. അതേപോലെ തന്നെ ബെഡ്റൂം + അറ്റാച്ച്ഡ് ടോയ്ലറ്റ് രണ്ടാമത്തെ. അപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം, ഒരു നോർമൽ ബെഡ്റൂം, പിന്നെ ഒരു ഹോളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടും അതേപോലെ തന്നെ പവർ സബ് സർക്യൂട്ടും പ്രത്യേകം തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം. പ്രത്യേകം ബാലൻസ് ചെയ്യണമെന്നല്ല, പ്രത്യേകം സബ് സർക്യൂട്ട് ആക്കണം, പ്രത്യേകം നമ്മളത് വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിലെടുക്കുമ്പോൾ ഈ ബെഡ്റൂമിൽ 2 ലൈറ്റുണ്ട്, ഒരു ഫാനുണ്ട്, ഒരു 3 6 ആംപിയർ സോക്കറ്റുണ്ട്. അതേ ഉള്ളൂ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടിൽ. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വാട്ടേജ് വരുന്നത് 420. അത് ഞാൻ ആദ്യത്തെ സർക്യൂട്ടിൽ കൊടുത്തു, അതായത് R1 എന്ന് പറയുന്ന നമ്മുടെ സബ് സർക്യൂട്ടിൽ കൊടുത്തു. അപ്പോൾ അവിടുത്തെ R ഫേസിലെ എത്രയായി, 420 ആയി. അത് കഴിഞ്ഞ് അടുത്ത Y1 ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ എന്തൊക്കെ ഉണ്ട് അവിടുത്തെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ട് 420 കൊടുത്തു. അപ്പോൾ അവിടുത്തെ Yയിൽ വന്നു. അടുത്തത് ഹോള്, അത് വരുമ്പോൾ ബിയിൽ വരും അല്ലേ. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി ഞാനവിടെ ടോട്ടൽ എഴുതി, ഞാനിവിടെ ബിയിൽ കൊടുത്തു. അതേപോലെ തന്നെ പിന്നെ ഇത് കണ്ടിന്യൂവേഷൻ എന്താ, R1 Y1 B1 R2 Y2 B2 R3 Y3 B3 എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഇതിൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ പവർ സബ് സർക്യൂട്ട് എന്താ ഉള്ളതെന്നുള്ളത് നോക്കുന്നത്. ബെഡ്റൂമിൽ ഞാൻ ഒരു AC കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ കൊടുത്തേക്കുന്ന AC ടോയ്ലറ്റ് കൊടുത്തേക്കുന്നതല്ല കേട്ടോ. അപ്പം ബെഡ്റൂമിൽ 1 ഒരു AC കൊടുത്തിട്ടുണ്ട്, സോ 1500. ഇവിടെയും ബെഡ്റൂമിലൊരു AC ഉണ്ട്, സോ 1500 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹോളിൽ ഞാൻ 15 ആംപിയറിൻ്റെ 2 സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അത് 3000 വന്നേക്കുന്നത്. ഇനി ഇവിടെ ടോയ്ലറ്റിൽ ഞാനൊരു ഗീസർ കൊടുത്തിട്ടുണ്ട്, സോ 1. ഇവിടെ ടോയ്ലറ്റ് ഒരു ഗീസർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ 1 ഉണ്ട്. പിന്നെ നമുക്ക് ഹോള്, കിച്ചൺ, ഇത് കിച്ചൻ്റെ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ടാണിത്. ഇത് വരുന്ന കിച്ചൻ്റെ പവർ സബ് സർക്യൂട്ട്, നമ്മുടെ റെഫ്രിജറേറ്റർ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അടുത്തത് നമ്മുടെ നോർമൽ ബെഡ്റൂംസ് വരുമ്പോൾ അവിടെ നമ്മൾ ഗീസർ AC ഒന്നും കൊടുത്തിട്ടില്ല, അതായത് അവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ AC കൊടുക്കേണ്ട ആവശ്യമില്ല, കോമൺ ആയിട്ടുള്ള ബെഡ്റൂമാണെന്നുള്ള ഒരു രീതിയിലെടുത്തിരിക്കുക. അടുത്ത ടോയ്ലറ്റ് എടുക്കുമ്പോൾ കോമൺ ടോയ്ലറ്റാണ്, അവിടെ നമ്മൾ ഗീസർ കൊടുത്തിട്ടില്ല, ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എക്സ്റ്റീരിയർ ലൈറ്റ്സിന് ഒരു 15 എക്സ്റ്റീരിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്ക് ഏരിയയുടെ പവർ സബ് സർക്യൂട്ട്, ഇത് വർക്ക് ഏരിയയുടെ നോർമൽ ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട്. അപ്പോൾ ഇത് ഫുള്ളും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്കൊരു ടോട്ടൽ വാല്യൂ ഇവിടെ കിട്ടും. ഇതേപോലെ തന്നെ R ഫേസ്, Y ഫേസ്, B ഫേസ് സെപ്പറേറ്റ് നമുക്ക് കിട്ടും. ഈ കേസ് എടുക്കുമ്പോൾ ഇത് ഞാൻ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ്
ഇത് 5640 നമുക്ക് ആർ ഫേസിൽ, വൈ ഫേസിൽ നമുക്ക് 5460, അതുപോലെ തന്നെ ബി ഫേസിൽ 5465 എന്ന് പറഞ്ഞ വാല്യൂസ് കിട്ടി. അപ്പം നമുക്ക് ശരിക്കും ഐഡിയൽ കേസിൽ കിട്ടേണ്ട ഇവിടുത്തെ ടോട്ടൽ ലോഡ് വരുന്നത് 16.6 കിലോ വാട്ടാണ്. അപ്പോൾ 16.6 ഡിവൈഡഡ് ബൈ 3 ആണ് നമുക്ക് വരേണ്ടത്. അതായത് 5522 എന്നുള്ള വാല്യൂ വരേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശകലം വേരിയേഷൻ ഉണ്ട്. പക്ഷേ അത് നമുക്ക് സഹിക്കാവുന്ന വേരിയേഷൻസേ ഉള്ളൂ. ഇതിനൊക്കെ 100 താഴെ നിൽക്കുന്ന വേരിയേഷൻസ് ഇതിലെല്ലാം വന്നിട്ടുള്ളൂ. സോ നമ്മളത് ബാലൻസ്ഡ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾക്ക് കിട്ടുന്ന ഒരു വർക്കിനെ നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്, നമ്മുടെ ലോഡ് ബാലൻസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഇതേപോലൊരു എക്സൽ കീപ്പ് ചെയ്യുക, ഇതേപോലെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിൻ്റെ പ്ലാൻ ഒരു PDF അയച്ചു തരാം, ഒരു AutoCAD ഫയലും അയച്ചു തരാം. AutoCAD ഇല്ലാത്തവർ അറിയാത്തവർ PDF നോക്കുക. ആ PDF നോക്കിയിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ലെജൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആ വീട് ഒന്ന് ഡിസൈൻ ചെയ്യുക. അതായത് ഇതേപോലെ എക്സൽ ഉണ്ടാക്കുക. നിങ്ങൾ ആ റൂം 1 ഏതൊക്കെ ലോഡാണ് കൊടുത്തേക്കുന്നത്, റൂം 2 ഏതൊക്കെ ലോഡാണ് കൊടുത്തേക്കുന്നത് എന്നുള്ള രീതിയിൽ ഇതേപോലെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട്